ഇന്ദിരാഗാന്ധി നമ്മുടെ ഭാരതത്തിലെ പ്രധാനമന്ത്രിയായിരുന്നു. ഇവരെ പലപ്പോഴും ദി അയൺ ലേഡി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. എന്നാൽ ഇന്ദിരാഗാന്ധി മാത്രമാണോ ദി അയൺ ലേഡി? ലോകത്തെ പല പ്രധാനമന്ത്രിമാരും, പ്രത്യേകിച്ച് വനിതാ പ്രധാനമന്ത്രിമാരെയും അയൺ ലേഡി തന്നെയാണ് വിളിക്കുന്നത്. ഗോൾഡ മേയർ, ശ്രീമാവ് ഭണ്ഡാരനായിക്കെ, ഇസബൽ പെറോൺ, അങ്ങനെ ഒരു നീണ്ട നിര തന്നെയുണ്ട്. ഞാനിത് ഈ ഒരു വിഷയമോടെ പ്രത്യേകിച്ച് ചർച്ച ചെയ്യാൻ കാരണം തന്നെ ജപ്പാനിൽ 1880 ശേഷം ആ ഒരു പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ് വന്നതിന് ശേഷം തന്നെ ആദ്യമായിട്ടാണ് ഒരു ജാപ്പനീസ് പ്രധാനമന്ത്രി ഉണ്ടാവുന്നത്, സനെ തക്കൈച്ചി എന്ന് പറയുന്നത്. സോ ഈ ഒരു അവസരത്തിൽ അവരെക്കുറിച്ചിട്ടും ലോകത്തെ പല ഭരണകൂടത്തെയും നയിച്ചിട്ടുള്ള വനിതാ പ്രധാനമന്ത്രിമാരെ കുറിച്ചിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഐ എം അർജുൻ ആർ ശങ്കർ. ഐ ലിസ്ണിംഗ് ടു IAS ഫാക്ടർ കോണ്ടെക്സ്റ്റ്. സോ ജപ്പാനിലെ സനൈ തക്കൈച്ചി ഇപ്പോഴാണ് പ്രൈം മിനിസ്റ്റർ ആവുന്നത്. നമ്മൾ ഈ ഒരു ജാപ്പനീസ് പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്ന സംഭവത്തിൽ മാത്രമല്ല ഇവിടെ ഒതുങ്ങി നിൽക്കുന്നത്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഒരുപാട് വനിതാ പ്രധാനമന്ത്രി പ്രസിഡന്റുമാരെ കുറിച്ചിട്ടും അവരെക്കുറിച്ചിട്ടുള്ളൊരു ബ്രീഫായിട്ടുള്ള ഒരു കാര്യം കൂടെ നമുക്ക് ചർച്ച ചെയ്യാം. കാരണം ഇവർ തന്നെ, സനൈ തക്കൈച്ചി തന്നെ ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി എന്ന് പറയുന്ന LDP എന്ന പാർട്ടിയാണ് റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇവർ പൊളിറ്റിക്സിലും സർവീസിലും ഒക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോഴാണ് അവർക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. ഇവരും ഒരു കൺസർവേറ്റീവ് നാഷണലിസ്റ്റാണ്. ഒരുപാട് കൺസർവേറ്റീവ് നാഷണലിസ്റ്റ് ഐഡിയാസ് ഉള്ള ഒരാളാണ് മാർഗരറ്റ് താച്ചർ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ദി അയൺ ലേഡി, നമ്മൾ ഇന്ദിരാഗാന്ധി അയൺ ലേഡി എന്ന് വിളിച്ച പോലെ തന്നെ മാർഗരറ്റ് താച്ചറും വളരെ ഈക്വലി നമുക്ക് മനസ്സിലാക്കേണ്ടതാണ്. ഇവർ മാർഗരറ്റ് താച്ചറിൻ്റെ വലിയൊരു ഫാനാണ്. അതുകൊണ്ട് തന്നെ ഇവരെ ജാപ്പനീസ് മാർഗരറ്റ് താച്ചറായിട്ടൊക്കെ ഇനി ചിലപ്പോൾ കമ്പാരിസൺസ് ഒക്കെ വന്നേക്കാം. സോ ഇവരെ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് തുടങ്ങിയത്. എന്നാൽ ലോകത്ത് തന്നെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് 1960 തുടക്കത്തിൽ ശ്രീലങ്കയിൽ, അന്ന് നമ്മൾ സെയ്ലോൺ എന്ന് വിളിക്കുന്ന ശ്രീലങ്കയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ശ്രീമാവ് ഭണ്ഡാരനായിക്കെ എന്ന് പറയുന്ന അവരാണ് ലോകത്തെ തന്നെ ആദ്യത്തെ ഒരു പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. നമുക്ക് പലപ്പോഴും ഇന്ദിരാഗാന്ധിയൊക്കെ ആയിരിക്കും അറിയുന്നുണ്ടാവുക. ഇന്ദിരാഗാന്ധിക്ക് മുന്നെയാണ് ശ്രീമാവ് ഭണ്ഡാരനായിക്കെ വന്നത്. ഇവർ ഒരുപാട് പ്രാവശ്യം, ഏകദേശം ഒരു 40 വർഷത്തോളം ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന കാലയളവിൽ ഒരുപാട് പ്രാവശ്യം പ്രധാനമന്ത്രി ആവുകയും ഇന്നത്തെ ശ്രീലങ്ക എന്ന് പറയുന്ന നമ്മുടെ സെയ്ലോണിനെ കംപ്ലീറ്റ്ലി വേറൊരു ദിശയിലേക്ക് നയിച്ചു വിട്ടൊരു പ്രധാന വ്യക്തിയും കൂടെയാണ്. ഇവരുടെ കാലഘട്ടത്തിലാണ് ഇവർക്കൊരു സിംഹള ബുദ്ധിസ്റ്റ് പോളിസി ആയിരുന്നു ഇവർ കൂടുതലും അഡോപ്റ്റ് ചെയ്തിരുന്നത്. ശ്രീലങ്കയിലെ തുടക്കകാലത്ത് ഇവർ ഒരുപാട് ഇൻഡസ്ട്രീസ് എല്ലാം നാഷണലൈസ് ചെയ്തു. അതേപോലെ ഒരു മിക്സഡ് ഒരു സോഷ്യോ റിഫോംസും ശ്രീലങ്കയിൽ വേണ്ടത്ര ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ച ഒരാളും കൂടാണ് ശ്രീമാവ് ഭണ്ഡാരനായിക്കെ. പക്ഷേ എന്തായാലും അതൊരു മിക്സഡ് റിസൾട്ടാണ് കൊണ്ടുവന്നത്. ഇവർ ഒരുപാട് ആഗ്രഹിച്ചെങ്കിലും ശ്രീലങ്കയിൽ ഒരു മിക്സഡ് റിസൾട്ട് കൊണ്ടുവന്നു. ഒരുപാട് എക്കണോമിക്കലായിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റാഗ്നേഷനും അങ്ങനത്തെ ഉള്ളൊരു കുറേ പ്രശ്നങ്ങളെല്ലാം ഡെഫിനറ്റ്ലി ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിച്ചു. പക്ഷേ അപ്പോഴും ലോകത്ത് തന്നെ ഏറ്റവും ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് ശ്രീമാവ് ഭണ്ഡാരനായിക്കെ. അടുത്തത് ഇന്ദിരാഗാന്ധി തന്നെയാണ് നമ്മൾ അയൺ ലേഡി എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇന്ദിരാഗാന്ധിയും ഏകദേശം 15 വർഷത്തോളം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു. സോ അതൊരു ചെറിയ കാര്യമല്ല. 1966 ശ്രീമാവ് ഭണ്ഡാരനായിക്കയ്ക്ക് ശേഷം തന്നെയാണ് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയാവുന്നത്. സോ ലോകത്തെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അല്ല. സോ ഒരുപാട് ടേംസ് നമ്മൾ ഇന്ദിരാഗാന്ധിയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയുന്നതിനെക്കാട്ടും പലപ്പോഴും ഇവരെ അടിയന്തരാവസ്ഥ കാലത്തെക്കുറിച്ചിട്ടാണ് നമ്മൾ അടിയന്തരാവസ്ഥ കാലത്ത് നടന്ന ഒരുപാട് കാര്യങ്ങളെ വെച്ചിട്ടാണ് നമ്മൾ ഇന്ദിരാഗാന്ധിയുടെ പീരീഡ് അളക്കുന്നത്. പക്ഷേ നമ്മളൊരു ഫ്ലിപ്പ് സൈഡ് നോക്കുകയാണെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ വാറിൽ 1971 നമ്മൾ വിജയിച്ചു. അതിനുശേഷം ബാംഗ്ലാദേശിൻ്റെ ക്രിയേഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചു ഇന്ദിരാഗാന്ധി. പ്രധാനപ്പെട്ട 1974 ഇന്ത്യയുടെ ന്യൂക്ലിയർ ടെസ്റ്റിന് വളരെ ഇമ്പോർട്ടൻറ്റ് റോൾ വഹിച്ചു. അതിനുശേഷം ഇന്ത്യ ഒരു ദരിദ്ര രാജ്യമാണെന്ന് പലരും പറഞ്ഞതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് ആൻറ്റി പോവർട്ടി പ്രോഗ്രാമുകൾ കൊണ്ടുവന്നു. അതേപോലെ ഹരിത വിപ്ലവം, ഗ്രീൻ റെവല്യൂഷൻ വളരെ പോപ്പുലറൈസ് ചെയ്തു. അങ്ങനെ മദർ ഇന്ത്യ എന്ന പേരും ഇവർ നേടിയെടുത്തു. സോ ഡെഫിനറ്റ്ലി ഇന്ദിരാഗാന്ധി വളരെ പോപ്പുലറായിട്ട്, അതുകൊണ്ട് അയൺ ലേഡി അവർ പലപ്പോഴും അവരുടെ ഡിസിഷൻസ് വളരെ സ്ട്രോങ് ആയതുകൊണ്ടാണ് ഇന്ത്യ ഒരു വൻ ശക്തിയായി മാറുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു തുടക്കം ഈ കാലഘട്ടത്തിലാണ് നമ്മൾ കാണുന്നത്. പലരും ഒരു അയൺ ലേഡി എന്ന് വിളിക്കുന്നതും അവരുടെ സ്ട്രോങ് തീരുമാനങ്ങൾ കൊണ്ടാണ്. പിന്നീട് നമ്മളിനി ഒരുപാട് ഇതിൽ ഏറ്റവും കോമൺ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന പല ഭരണകൂടങ്ങളെ നയിച്ച വനിതകളെയും നമ്മൾ അയൺ ലേഡി എന്ന് തന്നെയാണ് വിളിക്കുന്നത്. നമ്മൾ പല പ്രൈം മിനിസ്റ്റർമാരെ കുറിച്ച് പറഞ്ഞു. ഇനി പ്രസിഡന്റുമാരെ കുറിച്ച് നോക്കുമ്പോൾ ആദ്യത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് 1974-76 കാലഘട്ടത്തിൽ അർജന്റീനയിലാണ്. ഇസബൽ പെറോൺ ആണ്
അർജന്റീനയിലെ പ്രസിഡൻ്റായി മാറിയത്. കാരണം അവരുടെ ഹസ്ബൻഡായിരുന്ന ജുവാൻ പെറോൺ മരിച്ചതിന് ശേഷമാണ് ഇവർ പ്രസിഡൻ്റ് ആയത്. സോ അർജന്റീന എന്ന് പറയുമ്പോൾ തന്നെ ആ കാലഘട്ടത്തിൽ 70 കാലഘട്ടം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഡെവലപ്മെൻറ്റിനെ കുറിച്ച് സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതാണ്. ഇവരുടെ കാലഘട്ടത്തിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അവിടെ വിലക്കയറ്റം, സോഷ്യൽ സിവിൽ വാറുകൾ നടന്നു, ഹ്യൂമൻ റൈറ്റ്സ് അബ്യൂസ് നടന്നു. ഇവർക്കൊന്നും അവിടെ നടന്ന പ്രശ്നങ്ങളൊന്നും ഇസബൽ പെറോണ് കൺട്രോൾ ചെയ്യാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും 1976 ഒരു മിലിറ്ററി അട്ടിമറി നടത്തി, ഒരു മിലിറ്ററി കൂ നടത്തി ഇവരെ പുറത്താക്കി. സോ എന്തായാലും ഇവർ ഒരു ആദ്യത്തെ പ്രസിഡന്റ് എന്ന രീതിയിൽ നമുക്ക്, ഒരു വനിതാ പ്രസിഡന്റ് എന്ന രീതിയിൽ നമുക്ക് ഓർത്തു വെക്കാവുന്നതാണ് ഇസബൽ പെറോൺ. പിന്നീട് അടുത്ത രാജ്യം, ഇതിനും ഒരു പ്രത്യേകതയുണ്ട്. ഐസ്ലൻഡാണ് ഈ രാജ്യം. പല ആൾക്കാർക്കും ഐസ്ലൻഡിലൊക്കെ എന്ത് നടക്കുന്നു, അല്ലെങ്കിൽ ഐസ്ലൻഡ് ഏത് രാജ്യത്തിനടുത്താണ്, എവിടെയാണ് ഇതിൻ്റെ ജോഗ്രഫിക്കൽ ലൊക്കേഷൻ എന്ന് പോലും പലപ്പോഴും നമുക്ക് അറിയാറില്ല. ഐസ്ലൻഡിലും ലോകത്ത് ആദ്യമായി ഒരു ജനാധിപത്യ രീതിയിൽ ഡെമോക്രാറ്റിക്കലി എലക്ട് ചെയ്ത ഒരു പ്രസിഡന്റ് ഉണ്ട്. അതും പ്രസിഡന്റാണ്. അവരെക്കുറിച്ചാണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. അവരുടെ പേര് വിഗ്ഡസ് ഫിൻ ബൊഗഡോട്ടർ എന്നാണ്. ഞാനിത് ഐസ്ലൻഡിൽ ഇനി ഇത് പ്രൊണൗൺസ് ചെയ്യുന്ന തെറ്റാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എന്നാലും നമുക്ക്, ഇവർ ഏകദേശം 16 വർഷത്തോളം ഐസ്ലൻഡിലെ പ്രസിഡന്റ് ആയിരുന്നു. ഏകദേശം 4 ടേം ഇവർക്ക് കിട്ടി. സോ നമ്മൾ ഐസ്ലൻഡ് എന്ന് പറയുന്ന അത്ര പോപ്പുലർ രാജ്യമല്ല, എന്നാൽ പോലും ഒരുപാട് കാര്യങ്ങൾ ഇവരുടെ ഒരു കാലയളവിൽ ചെയ്യാൻ സാധിച്ചു. ഐസ്ലൻഡിൻ്റെ പൊളിറ്റിക്സ് നോക്കുകയാണെങ്കിൽ ജെൻഡർ ഇക്വാലിറ്റി, സ്ത്രീകൾക്ക് ഒരുപാട് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു സിസ്റ്റമാണ് ഇവർ ക്രിയേറ്റ് ചെയ്തത്. നമുക്ക് പെട്ടെന്ന് 1986 ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫിലിപ്പീൻസിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ 21 വർഷം നീണ്ടു നിന്നിരുന്ന ഒരു ഏകാധിപതി, ഒരു ഡിക്റ്റേറ്റർ ഉണ്ടായിരുന്നു. അതായിരുന്നു ഫെർഡിനൻഡ് മാർക്കോസ്. ആവശ്യത്തിൽ കൂടുതൽ ഡാമേജ് അദ്ദേഹം ഫിലിപ്പീൻസിന് വരുത്തി കഴിഞ്ഞു. ആ ഒരു സമയത്താണ് കോറി അക്വിനോ എന്ന് പറയുന്ന ഒരു ലേഡി അവിടുത്തെ പ്രസിഡൻ്റായി മാറുന്നത്. ഇവരുടെ ഫെർഡിനൻഡ് മാർക്കോസിൻ്റെ 21 വർഷം നീണ്ടു നിന്ന ഡിക്റ്റേറ്റർഷിപ്പ് അവസാനിച്ച് ഒരു ജനാധിപത്യ ഗവൺമെൻറ്റാണ് അവർ മുന്നോട്ട് വെച്ചത്. സോ ഒട്ടും എളുപ്പമായിരുന്നില്ല ഫിലിപ്പീൻസിൽ. ആ കാലഘട്ടത്തിൽ ഇത്രയും വർഷമൊക്കെ ഒരു ഡിക്റ്റേറ്റർഷിപ്പിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ എക്കണോമിക് സിസ്റ്റം, അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ എല്ലാം നമ്മൾ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഒരു ഒഥോറിറ്റേറിയനിസം എന്ന ലെവലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം ഒരു ഏകാധിപതി എങ്ങനെയായിരിക്കും ഒരു രാജ്യം നടത്തിക്കൊണ്ടു പോയിട്ടുണ്ടാവും. ഇതിനെല്ലാം ഒരു ജനാധിപത്യ സിസ്റ്റമാക്കി മാറ്റാൻ ഒട്ടും എളുപ്പമായിരുന്നില്ല. സോ കൊറാസൻ അക്വിനോ വലിയ റോൾ ഇവിടെ വഹിച്ചിട്ടുണ്ട്. സോ ഇനി അടുത്ത മുന്നോട്ട് വന്ന് നോക്കിക്കഴിഞ്ഞാൽ 1969 നമുക്കൊന്ന് റീവൈൻഡ് അടിച്ചാൽ ശ്രീമാവ് ഭണ്ഡാരനായികയ്ക്കും ഇന്ദിരാഗാന്ധിക്കും ശേഷം 3ാമത്തെ ഒരു വനിതാ പ്രൈം മിനിസ്റ്റർ എന്ന് പറയാൻ പറ്റുന്ന ഗോൾഡ മെയർ. ഇവിടെയാണ് ഗോൾഡ മെയർ ഇസ്രായേലിൻ്റെ ദ ഫസ്റ്റ് ആൻഡ് ഓൺലി ഫീമെയിൽ പ്രൈം മിനിസ്റ്ററാണ്. ഇവരാണ് ഇസ്രായേലിൻ്റെ അയൺ ലേഡി. ഓരോ രാജ്യങ്ങൾക്കും ഓരോ അയൺ ലേഡി ഉള്ള പോലെ തന്നെ ഇസ്രായേലിൻ്റെ അയൺ ലേഡിയാണ് ഗോൾഡ മെയർ എന്ന് പറയുന്നത്. ഇവരുടെ ഒരു ശൈലി നോക്കിക്കഴിയുകയാണെങ്കിൽ പലപ്പോഴും ഇവർ സംസാരിക്കുന്ന രീതിയെക്കുറിച്ച് പറയുന്നുണ്ട്. വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള രീതിയിൽ, നോ നോൺസെൻസ്, അതാണ് ഇവരുടെ പ്രത്യേകത. നോ നോൺസെൻസ് സ്റ്റൈലാണ്. വളരെ ക്ലീൻ, വളരെ സ്റ്റേൺ ആണ് എല്ലാ കാര്യത്തിലും. അതുകൊണ്ട് തന്നെയാണ് ഇവരെ അയൺ ലേഡി എന്ന് വിശേഷിക്കപ്പെടുന്നത്. പക്ഷേ ഇവർ ഇസ്രായേലിൽ വന്നതിന് ശേഷം 1973 യോം കിപ്പർ വാർ വന്ന സമയത്ത് ഇസ്രായേൽ പെട്ടെന്നായിരുന്നു വാറിലേക്ക് വന്നതും. സോ ഇവർക്ക് വാർ വേണ്ട രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. ഈ വാറിന് ശേഷം ഒരുപാട് മരണങ്ങളുണ്ടായി. അതിനുശേഷം വന്ന കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ഗോൾഡ മെയറിന് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ടാണ് പിന്നീട് ഇവർക്ക് റിസൈൻ ചെയ്യേണ്ടി വന്നത്. പക്ഷേ എങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാലും ഇവരുടെ അനാലിസിസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ഇവർ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലേഡി തന്നെയായിരുന്നു ഗോൾഡ മെയർ. അടുത്തതായി മാർഗരറ്റ് താച്ചറാണ്. ബ്രിട്ടനിലെ ദി അയൺ ലേഡി ഓഫ് ബ്രിട്ടനിലെ അയൺ ലേഡി ആയിരുന്നത്. 11.5 വർഷം, ഒരു 12 വർഷത്തോളം ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ഒരു സ്ട്രോങ്, അൺകോംപ്രമൈസ് അവർ വിശേഷിപ്പിക്കുന്നത് എങ്ങനെയാണ്, വളരെ കൺവിൻസിങ് ആയിട്ടുള്ള അവരുടെ സംസാര ശൈലി, അവരുടെ അൺകോംപ്രമൈസിങ് ആറ്റിറ്റ്യൂഡ്, കൺവിക്ഷൻ, ഇതൊക്കെ കണ്ടിട്ടാണ് അന്നത്തെ സോവിയറ്റ് യൂണിയനിലെ പത്രമാണ് ഇവരെ അയൺ ലേഡി എന്ന് വിശേഷിപ്പിച്ചത്. 12 വർഷത്തോളം ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. അതിനുശേഷം ഒരുപാട് രീതിയിൽ ഇവർ പോപ്പുലർ ആയിരുന്നു. പ്രത്യേകിച്ച് താച്ചറിസം, മാർഗരറ്റ് താച്ചർ എന്ന് വിളിക്കുമ്പോൾ താച്ചറിസം എന്നൊരു പേര് തന്നെ ഇവർ വളരെ പോപ്പുലറാക്കി. കാരണം ഇവർ അതായത് ഒരു രാജ്യത്തിൻ്റെ എക്കണോമി, ഒരു മൊത്തം സിസ്റ്റത്തിനെ ഇവർ മാറ്റാൻ ശ്രമിച്ചു. നമ്മൾ സാധാരണ നമ്മുടെ രാജ്യത്തിലെ ഇൻഡസ്ട്രീസിനെയൊക്കെ ഗവൺമെൻറ് കൺട്രോൾഡ് ആക്കുന്നതാണ് ഇവർ ചെയ്തത്. ഇവർ പ്രത്യേകിച്ച് അറിയപ്പെടുന്ന തന്നെ ഫ്രീ മാർക്കറ്റ് റിഫോംസിന് വേണ്ടിയാണ്. അവിടുത്തെ ഗവൺമെൻറ് കൺട്രോൾഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസിനെ, സ്റ്റേറ്റ് കൺട്രോൾഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസിനെ എല്ലാം ലിബറലൈസ് ചെയ്ത്, പ്രൈവറ്റൈസ് ചെയ്ത് ഒരു ലിബറൽ എക്കോണമി ആക്കി വെച്ചു. സോ ഒരു ഗവൺമെൻറ് കൺട്രോൾഡ് ആയിരുന്ന ഒരു എക്കോണമീനെ
മൊത്തത്തിൽ ലിബറൽ എക്കോണമിയാക്കി മാറ്റിയതും മാർഗരറ്റ് താച്ചർ തന്നെയാണ്. അതുമാത്രമല്ല 1982 ഫോക്ലൻഡ് വാർസിൽ ബ്രിട്ടൻ ഇവരുടെ ഒരു ലീഡർഷിപ്പിലാണ് ജയിച്ചതും. പിന്നീട് അമേരിക്കയിലെ റൊണാൾഡ് റീഗനായിട്ടൊക്കെ വളരെ നല്ല ഒരു റിലേഷൻ കീപ്പ് ചെയ്തു. മൊത്തത്തിൽ നമ്മളൊരു അനാലിസിസ് നടത്തുമ്പോൾ ബ്രിട്ടനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയ ഒരു വ്യക്തി തന്നെയായിരുന്നു മാർഗരറ്റ് താച്ചർ എന്ന് പറയുന്നത്. ഇനി അടുത്തത് സമീപകാലത്ത് എനിക്ക് തോന്നുന്നു ഇത് എല്ലാവർക്കും ഒക്കെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ തന്നെയാണ്. 2021 വരെ ഉണ്ടായിരുന്നു യൂറോപ്പിൻ്റെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ലേഡി. അപ്പോൾ മാർഗരറ്റ് താച്ചർ ആയിരുന്നു യൂറോപ്പിനെ തന്നെ ആദ്യമായി ഒരു വനിത യൂറോപ്യൻ ഗവൺമെൻറ് നയിച്ചത് മാർഗരറ്റ് താച്ചർ തന്നെയാണ്. പക്ഷേ 2005 തൊട്ട് 2021 വരെ ഏകദേശം 16 വർഷത്തിന് മുകളിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ യൂറോപ്പിൽ തന്നെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും ശക്തിയായിട്ടുള്ള വനിത ഏഞ്ചല മെർക്കലിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ജർമ്മനിയിലെ ചാൻസലർ ആയിരുന്നു. ഇത്രയും വർഷം 2ാം ലോകമഹായുദ്ധത്തിന് ശേഷം ഇത്രയും കാലം നീണ്ടു നിന്ന ഒരു കാലഘട്ടത്തിൽ ഒരു പ്രൈം മിനിസ്റ്റർ ഒരു ചാൻസലർ ആവുക എന്ന് പറയുന്നത് എളുപ്പമുള്ളൊരു കാര്യമായിരുന്നില്ല. ഏഞ്ചല മെർക്കൽ ഒരു പഴയ സയൻറ്റിസ്റ്റാണ്. ഇവരൊരു സയൻറ്റിസ്റ്റ് ആയിരുന്നു. പിന്നീട് ഒരു പ്രധാനമന്ത്രി അല്ലെങ്കിൽ അവിടുത്തെ ഒരു പ്രധാന ചാൻസലർ എന്നാണ് നമ്മൾ അവിടെ വിളിക്കുന്നത്. അതിൻ്റെ ജർമ്മനിയിലെ ചാൻസലറായി മാറിയതാണ് ഏഞ്ചല മെർക്കൽ. ജർമ്മനിയെ 2008-9 വേൾഡ് ഫിനാൻഷ്യൽ ക്രൈസിസ് വന്ന സമയത്തൊക്കെ ജർമ്മനീനെ വേണ്ട രീതിയിലുള്ള എക്കണോമിക് റിഫോംസ് എല്ലാം കൃത്യമായി നടപ്പിലാക്കി ജർമ്മനീനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഒത്തിരി വലിയൊരു പങ്ക് ഏഞ്ചല മെർക്കലിൻ്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. പിന്നെ 2015 വന്ന വേൾഡ് മൈഗ്രേഷൻ ക്രൈസിസ്, ഒത്തിരി ആൾക്കാർ പല രാജ്യങ്ങളിൽ നിന്നും പലായനം ചെയ്തു പോയി. പല രാജ്യങ്ങളും ആൾക്കാരെ റെഫ്യൂജീസിനെ അവരുടെ നാട്ടിലേക്ക് കയറ്റിയില്ല, വലിയ ബോർഡേഴ്സ് ഉണ്ടാക്കി വെച്ചു. അവിടെയാണ് ഏഞ്ചല മെർക്കൽ ജർമ്മനിയുടെ ബോർഡേഴ്സ് തുറന്നു വെച്ച് വലിയൊരു ഹ്യൂമാനിറ്റേറിയൻ ഒരു ജസ്റ്റർ കാണിച്ചതും ഒരുപാട് ആൾക്കാരെ ജർമ്മനിയിലേക്ക് കൊണ്ടുവന്നതും. സോ മൊത്തത്തിൽ ഒരു മിക്സഡ് ഒപ്പീനിയൻ ഡെഫിനറ്റ്ലി ഏഞ്ചല മെർക്കലിൻ്റെ ഭരണകാലത്ത് ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഇത്തരം കാര്യങ്ങൾ നോക്കുമ്പോൾ ഏഞ്ചല മെർക്കൽ നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും ആ കാലഘട്ടത്തിലെ യൂറോപ്പിലെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു വനിതാ ഭരണാധികാരി തന്നെയായിരുന്നു. നമ്മൾ ഇന്ദിരാഗാന്ധിയെക്കുറിച്ച് പഠിച്ച പോലെ തന്നെ നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന പാകിസ്ഥാനിലും ഒരു വനിതാ പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു, ബെനസീർ ഭൂട്ടോ. വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരാൾ തന്നെയാണ്. ഇവരും നമ്മൾ നേരത്തെ ശ്രീമാ ഭണ്ഡാരനായിക്കയുടെ അടുത്ത ജനറേഷൻ ചന്ദ്രിക കുമാരതുംഗ, പിന്നീട് മകൾ പ്രൈം മിനിസ്റ്റർ ആകുന്നു, പ്രസിഡന്റ് ആകുന്നു. അപ്പോൾ ഇതേപോലെ നമ്മൾ ഇവിടെ സുൽഫിക്കർ അലി ഭൂട്ടോ, അവിടെ ബെനസീർ ഭൂട്ടോ എന്ന് പറയുന്ന 35 വയസ്സിലാണ്. ഏറ്റവും രസകരമായ കാര്യം ഇതാണ്, അവർ വളരെ യങ് ആയിരുന്നു. 35 വയസ്സിലാണ് ഇവർ പ്രധാനമന്ത്രി ആവുന്നതും. അതും പ്രൈം മിനിസ്റ്റർ ആയിട്ടിരിക്കുന്ന ചരിത്രത്തിൽ നോക്കുകയാണെങ്കിൽ ഓഫീസിലിരിക്കുന്ന സമയത്ത്, അതായത് പ്രൈം മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്ത് തന്നെ ആ സമയത്താണ് ഇവരുടെ മക്കൾ ഡെലിവറി ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രൈം മിനിസ്റ്റർ ഒരു ബേബീനെ ഡെലിവറി ചെയ്യുന്നു എന്ന് പറയുന്നതും കൗതുകരമായ ഒരു കാര്യം ബെനസീർ ഭൂട്ടോയുടെ കാലഘട്ടത്തിലാണ്. 1988 തൊട്ട് പാകിസ്ഥാനിൽ കുറേ രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചു. കാരണം പാകിസ്ഥാൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എപ്പോഴും മിലിറ്ററി ആണല്ലോ പാകിസ്ഥാനിൻ്റെ പല കാലഘട്ടത്തിലും എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. ഗവൺമെൻറ്റുകൾ ഉണ്ടെങ്കിൽ പോലും മിലിറ്ററിക്ക് വലിയൊരു പങ്കുണ്ട്. പ്രത്യേകിച്ച് ഈ മിലിറ്ററി കൂ നടക്കുന്നത്, അട്ടിമറികളൊക്കെ വളരെ വളരെ നോർമലാണ് പാകിസ്ഥാനിൽ. ഇതിന്ന് വന്ന ഒരുപാട് മാറ്റം ബെനസീർ ഭൂട്ടോയ്ക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചു. എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ഒരുപാട് കാര്യങ്ങളിൽ ഒരു മാറ്റങ്ങൾ ശ്രമിച്ചു എങ്കിൽ പോലും എല്ലാം സക്സസ്ഫുൾ ആയെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഇവരെ ഡോട്ടർ ഓഫ് ദ ഈസ്റ്റ് എന്നാണ് പലപ്പോഴും വിളിക്കുന്നത്. ഒരു ദീർഘകാലമൊന്നും ഇവർക്കൊരു പാകിസ്ഥാനിൻ്റെ ഒരുപാട് മാറ്റങ്ങളൊന്നും ഇവർക്ക് കൊണ്ടുവരാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ലോകത്തെ ഫേമസ് ആയിട്ടുള്ള ഭരണാധികാരികളുടെ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ അസാസിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ആൾക്കാർ, അതായത് പബ്ലിക്കലി കൊന്നു കളഞ്ഞിട്ടുള്ള ഒരു നീണ്ട ലിസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ അസാസിനേറ്റ് ചെയ്യപ്പെട്ടതാണ് ബെനസീർ ഭൂട്ടോ. സോ അങ്ങനെ ആ ഒരു അധ്യായം അവിടെ അവസാനിച്ചു. അടുത്തത് ആഫ്രിക്കയിലേക്കാണ്. എല്ലൻ ജോൺസൺ സർലീഫ് എന്ന് പറയുന്ന ലൈബീരിയ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ആദ്യമായിട്ട് ആഫ്രിക്കയിൽ എലക്ട് ചെയ്യപ്പെട്ട, ഡെമോക്രാറ്റിക്കലി ജനാധിപത്യ രീതിയിൽ എലക്ട് ചെയ്യപ്പെട്ട, തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വനിതാ നേതാവായിരുന്നു എല്ലൻ ജോൺസൺ സർലീഫ് എന്ന് പറയുന്നത്. സോ ഇവരുടെ ഒരു കാലഘട്ടത്തിലും ആഫ്രിക്ക എന്ന് പറയുമ്പോൾ തന്നെ പല രാജ്യങ്ങളുടെയും ഒരു കോമൺ ഫാക്ടറായിട്ട് നമുക്ക് കാണാൻ പറ്റും. എല്ലായിടത്തും സിവിൽ വാറുകൾ ഉണ്ടാവും. ഇവർ ഭരണത്തിൽ വന്ന സമയത്തും 14 വർഷമായി ഇവരുടെ രാജ്യത്തിൽ സിവിൽ വാറിൻ്റെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരുന്നു. സോ ഇവരുടെ ആദ്യത്തെ ചുമതല എന്ന് പറയുന്നത് തന്നെ ഇവിടെ സമാധാനം കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. അതിനു വേണ്ടിയുള്ളതായിരുന്നു ഇവരുടെ ആദ്യത്തെ ശ്രമങ്ങളെല്ലാം. സോ അതിനുവേണ്ടി അവർ ഒരുപാട് പ്രയത്നിച്ചു. ലൈബീരിയ എന്ന് പറയുന്ന രാജ്യത്തിന് വേണ്ടി ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് കൊണ്ടുവന്നു. കാരണം രാജ്യത്തിൻ്റെ സ്റ്റെബിലിറ്റി ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കി ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ശേഖരിക്കാൻ തുടങ്ങി. അതുമാത്രമല്ല ഇവർ ദ ട്രൂത്ത് ആൻഡ് റീകൺസിലിയേഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞൊരു കമ്മീഷൻ കൊണ്ടുവന്നു. അതായത് പിൽക്കാലത്ത്
നടന്ന അക്രമങ്ങൾ, ഹ്യൂമൻ റൈറ്റ്സ് അബ്യൂസസ്, കറപ്ഷൻ, കൊലപാതകങ്ങൾ, ഇങ്ങനെ നടന്ന ഒരുപാട് ഇൻജസ്റ്റിസിനെതിരെ പോരാടാൻ വേണ്ടി ഒരു കമ്മീഷൻ കൊണ്ടുവന്നു. ഇതിനായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്കെല്ലാം നീതി കൊടുക്കാൻ വേണ്ടി ഒരു കമ്മീഷൻ സ്ഥാപിച്ചു. അതാണ് ട്രൂത്ത് ആൻഡ് റിക്കൺസിലിയേഷൻ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു കമ്മീഷൻ ഇവർ കൊണ്ടുവന്നു. അതുമാത്രമല്ല, അതുകൊണ്ടായിരിക്കണം 2011 എല്ലൻ ജോൺസൺ സർലീഫിന് 2011 നോബൽ സമ്മാനം, സമാധാനത്തിനുള്ള നോബൽ സമ്മാനം വരെ കൊടുത്തത്. നമ്മൾ ലോകത്തെ പ്രധാനപ്പെട്ട ഭരണാധികാരികളെ കുറിച്ചാണ് പറഞ്ഞത്. സോ ഏതൊക്കെയോ രാജ്യങ്ങളിലൊക്കെ വനിതാ നേതൃത്വം നമ്മൾ ചർച്ച ചെയ്യുമ്പോഴും ഇതാദ്യമായിട്ടല്ലല്ലോ. നമ്മൾ ഇതിനും പഴയ കാലഘട്ടത്തിലേക്ക് കടക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഇനിയും ഒരു റീവൈൻഡ് ബാക്കിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഒരുപാട് പേരുകൾ നമുക്ക് വരും. ഇന്ത്യ മാത്രമല്ല, ലോകത്തെ മൊത്തം ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് വരും. അതിൽ പെട്ടെന്ന് ഓർത്തു പോകുന്ന ചില പേരുകളും കൂടെ ഇവിടെ നമുക്ക് പരാമർശിച്ച് പോവാം. അതിലൊന്നാണ് ക്ലിയോപാട്ര. ഈജിപ്തിലെ ഫേമസ് ആയിട്ടുള്ള ദ ക്ലിയോപാട്ര, ജൂലിയസ് സീസറിൻ്റെയൊക്കെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ക്ലിയോപാട്ര വളരെ ഫേമസ് ആണ്. അതേപോലെ ചൈനയിലുണ്ടായിരുന്ന തങ് ഡൈനാസ്റ്റിയിലെ വൂ സെത്തി എന്ന് പറയുന്ന ഒരു പ്രിൻസസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ദ ഗ്രേറ്റ് ക്വീൻ എലിസബത്ത്, 1500കളിൽ ദ ഗ്രേറ്റ് ബ്രിട്ടൻ ഇംഗ്ലണ്ടിനെ നയിച്ച, പ്രത്യേകിച്ച് ഇംഗ്ലീഷിൽ പറയുന്നുണ്ട്, വൺ ഓഫ് ദ മോസ്റ്റ് ഗ്ലോറിയസ് ടൈംസ് ഓഫ് ദ ഇംഗ്ലണ്ട് എന്ന് അവകാശപ്പെടുന്നതാണ് ക്വീൻ എലിസബത്തിൻ്റെ. അതേപോലെ റഷ്യനെ വളരെ മോഡേൺ ആക്കിയ കാത്തറീൻ ദ ഗ്രേറ്റ്, എംപ്രസ് കാത്തറീൻ ദ ഗ്രേറ്റ് എന്ന് പറയുന്നതും വളരെ പോപ്പുലറാണ്. ഇനി ഇന്ത്യയിലേക്ക് നമ്മൾ വേദിക് കാലഘട്ടമോ അതിന് പഴയതൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സ്ട്രോങ് ആയിട്ടുള്ള വനിതകളെ കാണാൻ പറ്റുമെങ്കിലും നമുക്ക് ഒരുപാട്, ഇപ്പോൾ റാണി ദുർഗാവതി ഒരു ഗോണ്ട്വാനയിലെ ഒരു ഗോണ്ട് ട്രൈബൽ ക്വീനാണ്. അതേപോലെ റാണി ലക്ഷ്മിഭായ്, ഒരുപാട് പേരുകൾ നമുക്ക് എടുക്കാൻ പറ്റും. മെഡീവൽ ഇന്ത്യയിൽ ദല്ലി സുൽത്താനേറ്റിൻ്റെ കാലഘട്ടത്തിൽ സുൽത്താന റസിയ, ഇവരെല്ലാം ഫേമസ് ആയിട്ടുള്ള ആൾക്കാരാണ്. പക്ഷേ ഈ ഒരു ഇതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് എടുത്ത് പറയാൻ തോന്നിയ ഒരു സംഭവം എന്ന് പറയുന്നത് അതാണ് 1900-ലെ ഘാന എന്ന് പറയുന്ന ദ വാർ ഓഫ് ഗോൾഡൻ സ്റ്റൂൾ. ഈ ഗോൾഡൻ സ്റ്റൂൾ എന്ന് പറയുന്നത് ഒരു വലിയ സിംഹാസനം തന്നെയാണ്. ഇത് ആര് നേടും? ബ്രിട്ടീഷുകാർക്കെതിരെയാണ് ആയിരക്കണക്കിന് ആൾക്കാരെ പടയൊരുക്കി ഈ യുദ്ധം നടത്തിയത്. അഷാന്റി എംപയർ എന്ന് പറയുന്ന ഒരു എംപയർ ഉണ്ടായിരുന്നു, യാ അസത്തേവ എന്ന് പറയുന്ന ഇവരൊരു ക്വീൻ, ഒരു മദർ ക്വീൻ ആയിരുന്നു. ഇവരുടെ പ്രധാനപ്പെട്ട ഏറ്റവും നമ്മൾ ഓർത്തിരിക്കുന്ന ഒരു സംഭവം, ബ്രിട്ടീഷുകാർക്കെതിരെ, വെള്ളക്കാർക്കെതിരെ പൊരുതാൻ ഇവർ വലിയൊരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയപ്പോൾ പറഞ്ഞു, ഇംഗ്ലീഷിൽ ഇതാണ്, ഇഫ് യു മെൻ കനോട്ട് ഫൈറ്റ്, വി ദ വിമൻ വിൽ ഫൈറ്റ് അൺടിൽ ദ ലാസ്റ്റ് വൺ ഫാൾസ് ഇൻ ദിസ് ബാറ്റിൽ ഫീൽഡ്. നിങ്ങൾ ആണുങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ വേണ്ട, ഞങ്ങൾ സ്ത്രീകൾ, വനിതകൾ യുദ്ധത്തിനിറങ്ങും. ഞങ്ങളിൽ അവസാനത്തെ ആൾ രണഭൂമിയിൽ നിൽക്കുന്നവരെ ഞങ്ങൾ എല്ലാവരും ഇതിനു വേണ്ടി വെള്ളക്കാർക്കെതിരെ ഫൈറ്റ് ചെയ്യും എന്നുള്ളതാണ് ഇവരുടെ ഫേമസ് സ്റ്റേറ്റ്മെൻറ്റ്. പിന്നീട് ദ വാർ ഓഫ് ഗോൾഡൻ സ്റ്റൂൾ എന്ന് പറയുന്ന വാർ നടന്നു, ബ്രിട്ടീഷുകാർക്കെതിരെ നടന്നു. പക്ഷെ നമുക്ക് ചരിത്രം പരിശോധിക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ബ്രിട്ടീഷുകാർക്കെതിരെ ഫൈറ്റ് ചെയ്ത വാറുകളിലെല്ലാം സ്വാഭാവികമായിട്ടും ഇവർക്ക് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. പിന്നെ ഇവരെ നാടുകടത്തി. പക്ഷെ എന്നാലും ഇവരുടെ ആ ഒരു ധൈര്യത്തെയാണ് നമ്മൾ എപ്പോഴും ഓർത്തു വെക്കേണ്ടത്. പലർക്കും ഈ ഗോൾഡൻ സ്റ്റൂൾ വാർ അറിയുന്നുണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാനിവിടെ ഈ അഷാന്റി എംപയറിലെ യാ അസത്തേവ എന്ന് പറയുന്ന ഈ ഒരു ക്വീൻ മദറിനെ കുറിച്ച് ഇവിടെ പരാമർശിച്ചത്. എന്തായാലും ഒരുപാട് പേരുകൾ വിട്ടുപോയിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും ലോകത്തെ ഞെട്ടിച്ച, അല്ലെങ്കിൽ ലോകത്തെ ഒരുപാട് മാറ്റങ്ങളിലേക്ക് നയിച്ച വനിതാ ഭരണാധികാരികളെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് ചർച്ച ചെയ്തത്. സോ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. ദിസ് ഇസ് അർജുൻ ആർ ശങ്കർ ഫോർ IAS Factors Context.